ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് വെറൊരു കഥയല്ല, ഇന്ത്യയിൽ തന്നെ നടന്നൊരു സംഭവമാണ്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു കാട് തന്നെ ഉരുവാക്കി, അതും 1000 ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാളും വലിയൊരു കാട്. അവരുടെ പേരാണ് ജാദവ് പേൻ. അവരൊരു സയൻറ്റിസ്റ്റ് അല്ല, ഒരു പൊളിറ്റീഷ്യൻ അല്ല, ഒരു ബില്യണർ അല്ല. അവരൊരു സാധാരണ ഗ്രാമത്തിലുള്ള ഒരാളായിരുന്നു. പക്ഷെ അവർക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. 1979 അസാമിൽ വലിയൊരു ഫ്ലഡ് വന്നു. ആ ഫ്ലഡിന് ശേഷം ഒരു ഐലാൻഡ് കംപ്ലീറ്റ്ലി നാശമായിപ്പോയി, മരമില്ലാതെയും മണ്ണില്ലാതെയും ഒക്കെ. അപ്പോൾ ഈ 16 വയസ്സ് മാത്രമുള്ള ജാദവ് ഒരു സംഭവം കണ്ടു, നിഴലില്ലാതെ പാമ്പുകൾ ഉരുകി പോകുന്നത്. അപ്പോൾ ഈ ജാദവ് ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഈ നിലത്തിന് ജീവൻ കൊടുക്കുമെന്ന്. ആ ദിവസം മുതൽ ദിവസവും അവർ ബാംബൂ ട്രീ വളർത്താൻ തുടങ്ങി. മഴക്കാലമായാലും വെയിലുകാലായാലും അവരതിനെ നല്ലപോലെ നോക്കി. മെല്ലെ 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 കുഞ്ഞു കുട്ടി കുട്ടി ചെടികളൊക്കെ വളരാൻ തുടങ്ങി, പക്ഷികൾ വരാൻ തുടങ്ങി, മൃഗങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ആ ഒരു ഫോറസ്റ്റ് 1300 ഏക്കറാണ് ഉള്ളത്. ഇപ്പോൾ ആ ഒരു ഫോറസ്റ്റിനെ വിളിക്കുന്നത് മൊലായ് ഫോറസ്റ്റ് എന്നാണ്. ഈ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയിൽ നമുക്കൊരു ലെസൺ തന്നെയുണ്ട്, സ്റ്റാർട്ട് ബൈ ലിറ്റിൽ. കാരണം ഇത് ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിലും അത് തന്നെയാണ് പറയുന്നത്.